ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ കറിയാണ്. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നല്ലപോലെ എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ കൊത്താണ് നമ്മളിത് ചേർത്തിട്ടുള്ളത്. ഇത് നമ്മളിനി വറുക്കാം. നമുക്ക് കണ്ടാൽ അറിയാം നമ്മൾ തേങ്ങാക്കൊത്ത് ഇങ്ങനെ വറുക്കാം. നമ്മുടെ തേങ്ങയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ മുരിഞ്ഞ് നമ്മൾ ഇത് വറക്കുമല്ലോ എണ്ണയ്ക്കകത്ത്. ചുവന്ന കളറാവും. അതെ, നല്ല ബ്രൗൺ കളറാവണം. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി എന്തൊക്കെ പേസ്റ്റാണ് മാമ? ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എത്ര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്? 5 ടീസ്പൂണാണ് ഞങ്ങൾക്കും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാലറിയാം അല്ലേ. അപ്പം 5 ടീസ്പൂൺ ഞങ്ങൾ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ നല്ലപോലെ ഞങ്ങൾ നീളത്തിൽ നല്ല ക്രിസ്പായിട്ട് അരിഞ്ഞ സബോളയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സബോള എത്ര സബോളയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്? ഇപ്പോൾ 4 കിലോ സബോളയാണ് ഞങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ എത്ര കിലോയുടെ ബിരിയാണിക്കാണ് ഈ ചിക്കൻ എടുത്തത്? നമ്മൾ 4 കിലോ. അപ്പം 4 കിലോ ബിരിയാണിക്കാണ് ഞങ്ങളിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പം 4 കിലോ ബിരിയാണിക്ക് 3 കിലോ സബോള. 3 കിലോ സബോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക അല്ലേ. നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മളിവിടെ നല്ലപോലെ ഇളക്കി കൊടുത്ത് നമുക്കിത് വരണം അല്ലേ. ഇത് നമ്മളിത് നല്ലപോലെ ആവണം. അപ്പം നമ്മളിതിലേക്ക് നമ്മുടെ ചുവന്ന ഉള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട്, ചെറിയ ഉള്ളി. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. എത്ര ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്? ആവശ്യത്തിന് ഉപ്പാണ് ഞങ്ങൾ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് വെള്ളമായിട്ട് ഉള്ളി വരാനുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ചുവന്ന ഉള്ളി എത്ര എടുത്തല്ലേ? 1 കിലോ. അപ്പം 1 കിലോ ചുവന്നുള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമുക്ക് വെള്ളമായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് വരണം കേട്ടോ. നല്ല വരണ്ട് നമുക്ക് വരടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മളിത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ വളർന്ന് പോവാം. നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ടത്. ഇത് നമ്മൾ എന്താണ് ചേർക്കാൻ പോകുന്നത്? വഴന്നതിന് ശേഷമാണ് നമ്മളിത് ചേർക്കാൻ പോകുന്നത്. നല്ലപോലെ വരാം. പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 7 തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തല്ലേ മാമ? നമ്മൾ നല്ലപോലെ വഴട്ടുക കേട്ടോ. നല്ലപോലെ നമ്മൾ വഴട്ടുക. നമ്മൾ അളവല്ലേ, അളവല്ലാതെ നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ശരിക്കത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത് അല്ലേ. കൂടുതൽ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലാതെ മുളക് പൊടി കുറച്ചേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇൻസ്റ്റൻസ് ആണത്, കിച്ചൺസിൻ്റെ ആണ്. അപ്പോൾ ചിക്കൻ മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻസിൻ്റെ ചിക്കൻ മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കൂട് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചില പട്ടയും ഗ്രാമ്പും ഒക്കെ, പിന്നെ ഗരം മസാലയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്.
അപ്പൊ നല്ലപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു കൈയുടെ ഇപ്പൊ ഒരു ഇത്രയുള്ള കയ്യില് 2 പാകം. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു സൈഡ് പോലും ഇളക്കാതിരിക്കണം. നല്ലപോലെ നമ്മൾ നല്ലപോലെ ഇളക്കാം. നല്ലപോലെ ഇളക്കിയെടുക്കാം. ചിക്കനും ഉള്ളി എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത്. അതെ, നമ്മള് മസാല എല്ലാം ഇട്ട് മിക്സ് ചെയ്യണം. കണ്ടാലറിയാം. നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് ഇതാക്കി കൊടുക്കുക. അപ്പൊ ഈ ചിക്കൻ നമ്മൾ എത്രയാണ് എടുത്തിട്ടുള്ളത് മാമ? 4 കിലോ. 4 കിലോ ചിക്കനാണ് ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇപ്പം 5 കിലോ ചിക്കൻ ആണ്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ നല്ലപോലെ നമ്മളൊന്ന് വരട്ടുക. അപ്പൊ എത്ര സമയം വേണം നമുക്ക് വേകാൻ? 1 മണിക്കൂർ. ഒരു അരമണിക്കൂർ ഇത് നമുക്ക് വേകാൻ തന്നെ വേണം. നമ്മൾ നല്ലപോലെ നല്ലപോലെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഉണ്ടല്ലോ. ഉപ്പെല്ലാം കറക്റ്റാണ്. പിന്നെ നമുക്ക് അടച്ച് വെക്കാം അല്ലേ മമ്മ? നല്ലപോലെ അങ്ങോട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വേണം കേട്ടോ. അപ്പം നല്ല ഇങ്ങനെ തിളയ്ക്കണം. നമ്മള് ഇങ്ങനെയൊക്കെ നല്ലപോലെ തീയൊക്കെ കൊണ്ട് അതിങ്ങനെ വേവിച്ചെടുക്കാം. നമുക്കൊന്ന് നോക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു തിളപ്പാകുമ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കുക. അടി പിടിക്കാതെ ഇളക്കണം. അതെ, അടി പിടിക്കാതെ വേണം നമ്മൾ ഇളക്കാൻ. നല്ല കനിയുണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അത് ഇളക്കുന്ന വേകാനും ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നമുക്കത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്കിനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം ഇവിടെ, ഒരു ഇരുമ്പിന്റെ പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഈ അടുപ്പൊന്ന് പിന്നെ നമുക്ക് കത്തിക്കണം ഗൈസ്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യ് ഇനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുപ്പി നെയ്യ് മുഴുവനാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു കുപ്പിയുടെ ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നെയ്യുണ്ട് മാമ അതിനകത്ത്. അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ ഇങ്ങനെ മാറി വരും.
നല്ലപോലെ ഒന്ന് മൂപ്പിക്കുക. ഇത് നമ്മൾ എത്ര ഗ്ലാസ് വെള്ളമാണ് മാമ ഇത്? നമ്മൾ 9 ഗ്ലാസ് അരിക്ക് 9 ഗ്ലാസ് അരിക്ക് നമ്മൾ 16 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം പെയ്തു. അതെ. അതിനകത്ത് ഇനി എത്ര വെള്ളം ഒഴിച്ചു? ഇതിലേക്ക് നമ്മൾ ഇനി പട്ടയുടെ ഇല ചേർക്കുന്നുണ്ട്. അതുപോലെ പട്ടയുടെ ഇല ചേർത്തു. ഇനി നമുക്ക് ക്യാരറ്റ് ഇതിലേക്ക് ചേർത്തു. ഈ ക്യാരറ്റ് വരട്ടത്തില്ല ഇതിൻ്റെ കൂടെ? ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ്. ഇപ്പൊ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ആണ് നമ്മളിപ്പോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ക്യാരറ്റും ചിലവർ വരട്ടുന്നുണ്ട്, അല്ലാതെ ഞങ്ങൾ ഈ ഒരു മിക്സിലാണ് ഇപ്പൊ ഞങ്ങൾ ക്യാരറ്റ് ചേർക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഏലക്ക ചതച്ച് ചേർത്ത് കൊടുക്കുന്ന ഒരു 10-20 എണ്ണം. ഇനി നമുക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുക. 2 കൈ മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കാണ്. നമുക്കിനി കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 കൈയോളം, കുറച്ച് നമ്മുടെ ഒരു കൈയുടെ പകുതിയോളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 3 കൈ. ഇനി നമ്മുടെ തടിയാണ്. എസൻസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എസൻസ് ആണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് 2 കുപ്പി എസൻസ് ആണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പായോ മാമ? ബിരിയാണി കഴിഞ്ഞു കേട്ടോ. അപ്പം കണ്ടോ, ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ.